ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 8-ലെ 10-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീനനിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ തൻ്റെ ഉള്ളിൽ സകല ലോകങ്ങളും ലയിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ആ വസ്തുക്കളിലേക്ക് ഒന്ന് നോക്കി എന്നാണ്. ഭഗവാന്റെ ആ നോട്ടം പതിച്ചപ്പോൾ ആ വസ്തുക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം. തതസ്ത്വദീയാദൈ, തതഃ ത്വദീയാത് ഐ, തതഃ അതിനുശേഷം, ത്വദീയാത് അങ്ങയുടെ, ഐ അല്ലയോ ഭഗവാനെ, നാഭിരന്ധ്രാത്, നാഭി എന്നാൽ പൊക്കിൾ, രന്ധ്രം എന്നാൽ സുഷിരം, നാഭിരന്ധ്രാത് പൊക്കിളിൻ്റെ സുഷിരത്തിൽ നിന്ന്, അതിനുശേഷം അങ്ങയുടെ പൊക്കിളിൻ്റെ സുഷിരത്തിൽ നിന്ന് ഉദഞ്ചിതം പുറത്തേക്ക് വന്നു, കിഞ്ചന ദിവ്യപത്മം, കിഞ്ചന അവർണ്ണനീയമായ അത്ഭുതകരമായ മനോഹരമായ ഒരു ദിവ്യ പത്മം, ദിവ്യമായ താമരപ്പൂവ് അങ്ങയുടെ പൊക്കിളിൻ്റെ സുഷിരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. നിലീന നിശേഷം എന്നാണ്. നിശേഷം എന്ന് വെച്ചാൽ പൂർണ്ണമായും, നിലീന ലയിച്ചത്, നിലീന നിശേഷം പൂർണ്ണമായും ലയിച്ച പദാർത്ഥമാല, ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു കിടക്കുന്ന അഖില ലോകങ്ങളും അവയിലുള്ള സകല വസ്തുക്കളും അവയുടെ കൂട്ടം, മാല അവയുടെ സമൂഹം, സംക്ഷേപരൂപം ഒരു ചുരുക്കരൂപത്തിൽ, അതിൻ്റെ എല്ലാം സൂക്ഷ്മരൂപത്തിൽ, മുകുളായമാനം, മുകുളം എന്നാൽ മൊട്ട്, മൊട്ടിൻ്റെ രൂപത്തിൽ, ഈ താമരപ്പൂവ് ഒരു താമര മൊട്ടിൻ്റെ രൂപത്തിൽ ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു കിടക്കുന്ന അഖില ലോകങ്ങളും അവയിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും സമൂഹത്തിൻ്റെ ഒരു ചുരുങ്ങിയ രൂപത്തിൽ, ഒരു സൂക്ഷ്മ രൂപത്തിലാണ് ഈ താമരമൊട്ടായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ആ താമരപ്പൂവാകട്ടെ ഈ പ്രപഞ്ചത്തിലെ സകല ലോകങ്ങളുടെയും അതിലെ സകല പദാർത്ഥങ്ങളുടെയും ഒരു സൂക്ഷ്മ രൂപമായിട്ട് ഭഗവാന്റെ പൊക്കിളിൻ്റെ സുഷിരത്തിൽ നിന്ന് ആ കാരണജലത്തിനുള്ളിൽ കൂടി പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നിൽ തന്നെ ഈ പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും ലയിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അവയിലേക്കൊന്ന് നോക്കിയപ്പോൾ അങ്ങയുടെ പൊക്കിളിൻ്റെ സുഷിരത്തിലൂടെ അത്ഭുതകരമായ ഒരു ദിവ്യമായ താമരപ്പൂവ് പുറത്തേക്ക് വന്നു. ആ താമരപ്പൂവാകട്ടെ ഈ പ്രപഞ്ചത്തിലെ സകല ലോകങ്ങളുടെയും അതിലെ സകല പദാർത്ഥങ്ങളുടെയും ഒരു ചുരുങ്ങിയ രൂപമായിട്ട്, ഒരു സൂക്ഷ്മ രൂപമായിട്ട്, ഒരു താമരമൊട്ടായിട്ട് ഭഗവാന്റെ പൊക്കിളിൻ്റെ സുഷിരത്തിൽ നിന്ന് ആ കാരണജലത്തിനുള്ളിൽ കൂടി പുറത്തേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തതസ്ത്വദീയാദൈനാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. 11-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.